വെൽക്കം ടു ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പുതിയൊരു ടോപ്പിക്കാണ് ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റ് ടു എ പാർട്ട്ണർ. അതായത് എന്താണ് ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റ് ടു എ പാർട്ട്ണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വേർഡ് പറയുമ്പോൾ തന്നെ ഉണ്ട് ഗ്യാരണ്ടി നൽകുകയാണ് ഓഫ് പ്രോഫിറ്റ്. എന്തിനു വേണ്ടിയിട്ട്? പ്രോഫിറ്റിന് വേണ്ടിയിട്ട്. പ്രോഫിറ്റ് ഗ്യാരണ്ടി നൽകുക ടു എ പാർട്ട്ണർ, ഒരു പാർട്ട്ണർക്ക്. അപ്പോൾ എങ്ങനെയാണ് ഇതെന്ന് നോക്കാം. സംടൈംസ് ഓൺ അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ, ചില സമയത്ത്, അതായത് അഡ്മിഷൻ്റെ ടൈമിലാണ് പറയുന്നത്, ദ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് മേ ഗിവ് ആൻ അഷ്വറൻസ് ടു ദ ഇൻകമിംഗ് പാർട്ട്ണർ. എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ഒരു അഷ്വറൻസ് നൽകുകയാണ് ഇൻകമിംഗ് പാർട്ട്ണർക്ക്. അതായത് അഷ്വറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉറപ്പ് നൽകുക. ആർക്ക്? ഇൻകമിംഗ് പാർട്ട്ണർക്ക്, പുതിയതായി വരുന്ന പാർട്ട്ണർക്ക്. ദാറ്റ് ഹി ഷാൾ ബി ഗിവൺ എ മിനിമം എമൗണ്ട് of profit irrespective of firm's actual profit. അതായത് ഒരു മിനിമം എമൗണ്ട്, അതായത് പ്രോഫിറ്റ് ഉണ്ടെങ്കിലും പ്രോഫിറ്റ് ഇല്ലെങ്കിലും, പറഞ്ഞ കറക്റ്റായിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ടോ ഇല്ലയോ നമുക്ക് പറയാൻ പറ്റില്ല. സ്ഥാപനം ഒരു വർഷം നടന്നു കഴിഞ്ഞാൽ എത്രത്തോളം പ്രോഫിറ്റ് നമുക്ക് കിട്ടിയെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ജസ്റ്റ് നമുക്ക് പ്ലാൻ ചെയ്യാം, നമുക്ക് ഇത്ര പ്രോഫിറ്റ് വേണം, അതിനുവേണ്ടി നമുക്ക് നമ്മളെ സ്ഥാപനത്തിലുള്ള എല്ലാ വർക്കുകളും ചെയ്യാം. പക്ഷേ അത് പ്രോഫിറ്റ് കിട്ടണം അല്ലെങ്കിൽ ലോസ് ആവും, അതൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ ചില സമയത്ത് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ന്യൂ പാർട്ട്ണർക്ക്, അതായത് അഡ്മിഷൻ്റെ ടൈമിൽ പുതിയ പാർട്ട്ണർക്ക് ഒരു ഉറപ്പ് നൽകുകയാണ്. പ്രോഫിറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അയാൾക്കൊരു നിശ്ചിത തുക ഉറപ്പ് നൽകുക, ഇത്ര രൂപ ഞങ്ങൾ തന്നോളാം എന്നുള്ള ഉറപ്പ് നൽകുക. അത്തരം ഒരു ഗ്യാരണ്ടിക്കാണ് ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റ് ടു എ പാർട്ട്ണർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റ് ടു എ പാർട്ട്ണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ന്യൂ പാർട്ട്ണർക്ക് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ്, അതായത് പുതിയ പാർട്ട്ണർക്ക് നിലവിലുള്ള പാർട്ട്നേഴ്സ് ഒരു ഉറപ്പ് നൽകുക, ഇത്ര എമൗണ്ട് തന്നോളാം എന്നുള്ള ഉറപ്പ്. ആ ഒരു ഉറപ്പിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു ഗ്യാരണ്ടിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റ് ടു എ പാർട്ട്ണർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാണ്. ഇപ്പോൾ എയും ബിയും പാർട്ട്നേഴ്സ് ആണെങ്കിൽ, എയും അതേപോലെ തന്നെ ബിയും പാർട്ട്നേഴ്സാണ്. ഇവർ സി എന്ന് പറയുന്ന പുതിയൊരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യാണ്. അപ്പോൾ എയും ബിയും ഉറപ്പ് നൽകുകയാണ്, സിക്ക് 50,000 രൂപ കൊടുത്തോളാം, പ്രോഫിറ്റിൻ്റെ വകയിൽ അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്നുള്ള നിലക്ക് 50,000 രൂപ തന്നോളാം എന്ന് സിയോട് ഉറപ്പ് നൽകുക. അപ്പോൾ 50,000 രൂപ സിക്ക് കൊടുക്കാനുണ്ടായില്ലെങ്കിൽ എയും ബി എന്ത് ചെയ്യും? അവർ രണ്ടുപേരും കൂടി കൊടുക്കും. ചില കേസിൽ എ പറയും ഞാൻ ഒറ്റയ്ക്ക് കൊടുത്തോളാം, ചില കേസിൽ നിലവിലുള്ള പാർട്ട്നേഴ്സ് രണ്ടുപേരും കൂടി ഷെയർ ചെയ്ത് കൊടുക്കും. ഇനി 3 ആളാണെങ്കിൽ 3 പേരും കൂടി ഷെയർ ചെയ്ത് കൊടുക്കും. അങ്ങനെ ആരാണ് കൊടുക്കുക എന്നുള്ളത് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയും. ചില കേസിൽ ഒരാളാണ് മുഴുവനായിട്ടും സഫർ ചെയ്തിട്ട് അല്ലെങ്കിൽ സാക്രിഫൈസ് ചെയ്തിട്ട് പുതിയ ആൾക്ക് കൊടുക്കുക. ചില കേസിൽ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് മുഴുവൻ എന്ത് ചെയ്യും? അത് സാക്രിഫൈസ് ചെയ്ത് 2 ആൾ കൂടി ഷെയർ ചെയ്തിട്ട് പുതിയ പാർട്ട്ണർക്ക് കൊടുക്കും, തികയാത്ത ക്യാഷ്. ഇപ്പം നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ഒരു 40,000 രൂപ ഉള്ളൂ പ്രോഫിറ്റ് സിക്ക് കൊടുക്കാനുള്ളത് വന്നിട്ടുള്ളൂ നോക്കാം. 40,000 രൂപ ഉള്ളെങ്കിൽ അപ്പോൾ എയും ബിയും പറയാണ്, ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടാവും പാർട്ട്ണർഷിപ്പ് ഡീഡിലോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ഞങ്ങൾ 2 പേരും കൂടി തന്നോളാം. അപ്പോൾ 2 പേരും കൂടി അവരുടെ ഷെയറിനനുസരിച്ചിട്ട് കൊടുക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? എ പറയാണ് ഞാൻ തന്നോളാം എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള 10,000 എ കൊടുക്കും. അങ്ങനെയൊക്കെയാണ്. നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻ നോക്കാം, അതിനനുസരിച്ചിട്ട് നമുക്ക് പ്രോബ്ലം വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ. എം എൻ ആൻഡ് ഒ ആർ പാർട്ട്നേഴ്സ്. എമ്മും എന്നും ഒയും പാർട്ട്നേഴ്സാണ്. ദേ അഡ്മിറ്റ് പി ആസ് എ പാർട്ട്ണർ. അവർ ആരെ അഡ്മിറ്റ് ചെയ്യാണ്? പിയെ അഡ്മിറ്റ് ചെയ്യാണ്. വിത്ത് എ ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റ്, ഗ്യാരണ്ടി ഷെയർ ഓഫ് പ്രോഫിറ്റ് ഷാൾ നോട്ട് ബി ലെസ് ദാൻ 10,000 പെർ ആനം. അതായത് 10,000-ൽ കുറയാത്ത ഒരു എമൗണ്ട്, അല്ലെങ്കിൽ 10,000 ഞങ്ങൾ തന്നോളാം എന്നുള്ള ഒരു ഉറപ്പ് ആർക്ക് നൽകുകയാണ്? പിക്ക് നൽകുകയാണ്. ആരൊക്കെ? എമ്മും എന്നും ഒയും കൂടി പിക്ക് ഉറപ്പ് നൽകുകയാണ്. ഓക്കെ, പ്രോഫിറ്റ് ആർ ടു ബി ഷെയർഡ് ഇൻ ദ പ്രപ്പോർഷൻ ഓഫ് 4:3:2. റേഷ്യോ പറയുന്നത് 4 പേരുടെയും കൂടിയുള്ള റേഷ്യോ ആണ് 4:3:2. അപ്പോൾ 4/12 ആൻഡ് 3/12 ആൻഡ് 3/12 ആൻഡ് 2/12. എങ്ങനെയാണ് 12 കിട്ടി? 4 + 3 + 3 + 2. ഓക്കെ, അപ്പോൾ 12 ഭാഗത്തിൽ, അല്ലെങ്കിൽ ടോട്ടൽ പ്രോഫിറ്റ് 12 ആണെങ്കിൽ അതിൽ 4 ഭാഗം എമ്മിന്, 3 ഭാഗം എന്നിന്, അതേപോലെ തന്നെ 3 ഭാഗം ഓക്ക്, 2 ഭാഗം പിക്കാണ്. അപ്പോൾ പിയോട് പറഞ്ഞിട്ടുണ്ട് നോട്ട് ലെസ് ദാൻ, അതായത് പ്രോഫിറ്റിൽ 10,000 രൂപ കുറയാത്തൊരു എമൗണ്ട് തന്നോളാം എന്ന് ആരോട് ഉറപ്പ് നൽകിയിട്ടുണ്ട്? പിയോട് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ദ ടോട്ടൽ പ്രോഫിറ്റ് ഫോർ ദ ഇയർ 2011, ടോട്ടൽ പ്രോഫിറ്റ് 2011 കിട്ടിയ ടോട്ടൽ പ്രോഫിറ്റ് 48,000 ആണ്. ഈ 48,000 4 പേർക്കും കൂടിയുള്ള ഷെയറാണ്.
ഇതിൽ 10,000 രൂപ നമ്മളെ പിക്ക് കൊടുക്കാനില്ലെങ്കിൽ അത് ആരൊക്കെ കൂടി കൊടുക്കണം? നമ്മളെ എമ്മും എന്നും ഓയും കൂടി കൊടുക്കണം. ഓക്കെ, ആ 10,000 തികച്ച് അവരുടെ ഷെയറിൽ നിന്നും കൊടുക്കണം. എന്തായാലും പിയോട് ഇവിടെ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് എനിക്ക് 10,000 തന്നോളാം എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് കൊടുക്കുക എന്നുള്ളത് മറ്റു 3 പേരുടെയും ബാധ്യസ്ഥയാണ്, അല്ലെങ്കിൽ അവർ ബാധ്യസ്ഥരാണ്, അല്ലെങ്കിൽ അവർ റെസ്പോൺസിബിൾ ആണ്. അപ്പോൾ അതാണ് ഗ്യാരണ്ടി. അയാളോട് പിയോട് ഗ്യാരണ്ടി ചെയ്തിട്ടാണ് 10,000 രൂപ തന്നോളാമെന്ന്. പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഷോയിങ് ദ ഡിവിഷൻ ഓഫ് പ്രോഫിറ്റ്. എന്നിട്ട് നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഉണ്ടാക്കാൻ എന്ത് കാണിക്കാൻ? ഡിവിഷൻ ഓഫ് പ്രോഫിറ്റ് ഓഫ് ദ ഇയർ 2011. അതായത് ഇവർക്ക് 4 പേർക്കുള്ള പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെന്നുള്ളത് കാണിക്കാനുള്ള ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് കൂടി നമ്മളോട് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടാണ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ആദ്യം ഇവർക്കൊക്കെ എത്രത്തോളം ഷെയർ ഉണ്ട് എന്ന് നോക്കാം, അല്ലെങ്കിൽ ഇവർക്കൊക്കെ എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടെന്ന് നോക്കാം. എന്നിട്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് കിട്ടിയ പ്രോഫിറ്റിനനുസരിച്ചിട്ട് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യാണ്. പിന്നെ ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതി വെക്കണം. അതിൻ്റെ നോട്ട്സ് അല്ലെങ്കിൽ ആ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യണം എങ്ങനെയെന്ന് നോക്കാം. അതായത് സിൻസ് പി ഈസ് ഗ്യാരണ്ടീഡ് a minimum amount of rupees 10,000. അതായത് നമ്മളെ പിയോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? 10,000 റുപ്പീസ് ഇയാൾക്ക് കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പം നമുക്ക് ശരിക്കും പിക്കുള്ള ഷെയർ എത്രയെന്ന് നോക്കാം. നമ്മളെ ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണ്? ടോട്ടൽ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 48,000. ക്വസ്റ്റ്യനിൽ നമ്മളോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് 48,000 ആണ് നമ്മളെ ടോട്ടൽ പ്രോഫിറ്റ്. അതിൽ നമ്മൾ പിയുടെ ഷെയർ നോക്കണം. 4:3:2 ആണ് ഇവരുടെ റേഷ്യോ അല്ലേ? അപ്പോൾ ഇയാളുടെ ഷെയർ എത്രയാണ് നോക്കണം. ആരുടേത്? പിയുടെ ഷെയർ. പീസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 48,000 ഇൻറ്റു 2/12. അതായത് 2/12 എങ്ങനെ വന്നു? അതായത് 4:3:2 ആണ്. ദാറ്റ് ഈസ് 4 + 3 + 3 + 2 12 4 ഭാഗം നമ്മളെ ഫസ്റ്റത്തെ ആൾക്ക് എമ്മിന്, 3 ഭാഗം എന്നിന്, അടുത്ത 3 ഭാഗം ഓക്ക്, ലാസ്റ്റ് 2 ഭാഗം ആർക്കാണ്? നമ്മുടെ പിക്കാണ്. അപ്പോൾ ഈ 48,000 ടോട്ടൽ പ്രോഫിറ്റ് ആണ്. ഇതിൽ ഇപ്പോൾ പിക്ക് എത്ര കിട്ടുമെന്ന് നോക്കാം. തികഞ്ഞിട്ടില്ലെങ്കിൽ ബാക്കിയുള്ള എമൗണ്ട് ആണ് ആര് സഫർ ചെയ്ത് കൊടുക്കേണ്ടത്? നമ്മുടെ എമ്മും എന്നും ഓയും കൂടി കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ എത്രയാണ് കിട്ടുക? 2/12 അടിച്ചു കൊടുത്താൽ കാൽക്കുലേറ്ററിൽ നോക്കാം. 48,000 ഇൻറ്റു 2/12 ഇസ് ഈക്വൽ ടു 8,000 റുപ്പീസ്. 8,000 കിട്ടണുള്ളൂ. അയാളോട് എത്ര പറഞ്ഞിട്ടുണ്ട്? 10,000 രൂപ തന്നോളാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റിമൈനിങ് ഷെയർ അല്ലെങ്കിൽ റിമൈനിങ് പ്രോഫിറ്റ്, ഇനി ബാലൻസ് എത്ര കൊടുക്കണം? റിമൈനിങ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 10,000 മൈനസ് 8,000 ഈസ് ഈക്വൽ ടു 2,000. ഈ 2,000 ആരൊക്കെ കൂടി കൊടുക്കണം? ഈ 2,000 നമ്മുടെ എമ്മും അതേപോലെ തന്നെ എന്നും ഓയും കൂടി കൊടുക്കണം. ആർക്ക് കൊടുക്കണം? നമ്മുടെ പിക്ക് കൊടുക്കണം. ഈ എത്ര രൂപ? ഈ 2,000 രൂപ. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. എമ്മിൻ്റെ ഷെയർ എത്രയാണ്? എമ്മിന് എത്ര കിട്ടും ഈ 48,000-ൽ? അതേപോലെ തന്നെ എന്നിന് എത്ര കിട്ടും? 48,000-ൽ. അതേപോലെ തന്നെ ഓക്ക് എത്ര കിട്ടും? 48,000-ൽ. അതിൽ നിന്നും ആർക്ക് കൊടുക്കണം? ആ 2,000 രൂപ 3 പേര് കൂടി ഷെയർ ചെയ്തിട്ട് ആർക്ക് കൊടുക്കണം? നമ്മുടെ പിക്ക് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. എം ഷെയർ ഓഫ് പ്രോഫിറ്റ് 48,000 ഇൻറ്റു 4/12. 48,000 ഇൻറ്റു 4/12 അതായത് 12 4 ഭാഗം 4:3:2 ആണ്. 48,000-ൽ 4/12 ആർക്കുള്ളതാണ്? നമ്മുടെ എമ്മിനുള്ളതാണ്. അപ്പോൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക. 16,000 റുപ്പീസാണ് കിട്ടുക. അതിൽ ഈ 16,000-ൽ നിന്നും കുറച്ച് എമൗണ്ട്, അതായത് ആ 2,000 തികക്കണം. ആ 2,000 ആർക്ക് നൽകണം? 2,000 3 ആളും കൂടി ആർക്ക് നൽകണം? പിക്ക് നൽകണം. ഓക്കെ, ജസ്റ്റ് നമുക്ക് പിന്നെ എം കൊടുക്കാനുള്ള എത്ര രൂപ വരും എന്നുള്ളത് നോക്കുക. ഓക്കെ, ലെസ് കോൺട്രിബ്യൂഷൻ ടു പി. അതായത് ഇതിൽ നിന്നും ഈ 16,000-ൽ നിന്നും ചെറിയൊരു എമൗണ്ട് ആർക്ക് നൽകണം? നമ്മളെ പിക്ക് നൽകണം. പിക്ക് 2,000 രൂപ എല്ലാവരും കൂടി കൊടുക്കണമല്ലോ. അപ്പോൾ ആ 2,000 കൊടുക്കുകയാണ്, പി കൊടുക്കുകയാണ്. അതായത് എം പിക്ക് കൊടുക്കുകയാണ്. 2,000 ഇൻറ്റു
4/10. 4/10 എങ്ങനെ ഈ 4/10 വന്നു? 4/10 വരാനുള്ള കാരണം എന്താണ്? ഇവരുടെ റേഷ്യോ എത്രയാണ്? 4:3:3. 2 ഉണ്ട്. 2 ഉള്ളത് ആർക്കാ കൊടുക്കുക? 2 ഉള്ളത് ആർക്കാണുള്ളതാണ്? 2 പീക്കുള്ളതാണ്. അത് ഇതിൽ നമ്മൾ കൂട്ടേണ്ട കാര്യമില്ല. 4:3:3 ആണ് എമ്മിൻ്റെയും എന്നിൻ്റെയും ഓയുടെയും റേഷ്യോ. അപ്പോൾ 4/10 2000ൻ്റെ 4/10 അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 800 രൂപ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ 2000 × 4/10 എങ്ങനെ വന്നു? 2000 നമ്മൾ പീക്ക് കൊടുക്കാനുള്ളതാണ്. ആര്? 2000ത്തിൽ ഒരു ചെറിയൊരു പോർഷൻ ആര് കൊടുക്കണം? നമ്മളെ എം കൊടുക്കണം. അപ്പോൾ 2000 × 4/10. ഈ 4/10 എങ്ങനെ വന്നു? എമ്മിൻ്റെയും എന്നിൻ്റെയും ഓയുടെയും റേഷ്യോ എത്രയാണ്? 4:3:3. അപ്പോൾ 4 + 3 + 3 = 10. അപ്പോൾ 10ൽ 4 ഭാഗം 2000ൻ്റെ 10ൽ 4 ഭാഗം ആര് കൊടുക്കണം? നമ്മുടെ എം കൊടുക്കണം. അപ്പോൾ ഇനി ശരിക്കും ഇനി എമ്മിനുള്ള ലാസ്റ്റുള്ള പ്രോഫിറ്റ് എത്ര ഉള്ളൂ? റിമൈനിങ് പ്രോഫിറ്റ് ഓഫ് എം = 16,000 - 800. 16,000ത്തിൽ നിന്നും 800 മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് 15,200 ആണ്. അപ്പം ഇനി ശരിക്കും എമ്മിനുള്ള പ്രോഫിറ്റ് എത്ര ഉള്ളൂ? 15,200. ഓക്കെ, 16,000ത്തിൽ നിന്നും 800 മൈനസ് ചെയ്തു. 16,000ത്തിൽ നിന്നും എം കൊടുക്കാനുള്ള, അതായത് പീക്ക് കൊടുക്കാനുള്ള ആ 800 മൈനസ് ചെയ്തിട്ട് ഇനി ബാക്കി കിട്ടുന്ന എമൗണ്ട് എത്രയാണ്? 15,200. ഓക്കെ, ഇനി അതേപോലെ തന്നെ എന്നിൻ്റെ ഷെയർ നമ്മൾ നോക്കുകയാണ്. എൻസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് 48,000 ആണ് ടോട്ടൽ പ്രോഫിറ്റ്. അതിൽ എന്നിൻ്റെ ഷെയർ 3/12 = 12,000. 12,000 ആണ് ശരിക്ക് നമ്മളെ എന്നിനുള്ളത്. പക്ഷെ അതിൽ നിന്ന് ചെറിയൊരു പോർഷൻ നമ്മളെ പി ഇപ്പോൾ, അതായത് പിക്ക് 800 രൂപ കൊടുത്തില്ലേ നമ്മളെ എന്ന്, അതേപോലെ നമ്മളെ എന്നും കൊടുക്കണം. എം കൊടുത്ത പോലെ എം 800 രൂപ ഇപ്പോൾ കൊടുത്തു, അതേപോലെ എന്നും കൊടുക്കണം ചെറിയൊരു എമൗണ്ട്. അപ്പോൾ ആ 2000ത്തിൽ നിന്നും എന്നിൻ്റെ ഷെയർ എത്രയും നോക്കാം. എൻ ഷെയർ ടു പി, അതായത് എന്നിൻ്റെ ഷെയർ എത്രയെന്നുള്ളത് നോക്കാം. 2000 × 3/10 = 600. 600 രൂപ ആര് കൊടുക്കണം? നമ്മളെ എന്ന് ആർക്ക് കൊടുക്കണം? പിക്ക് നൽകണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ശരിക്കും നമ്മളെ എന്നിന് എത്ര പ്രോഫിറ്റ് ഉള്ളത് നോക്കാം. 12,000ത്തിൽ നിന്നും ഈ 600 മൈനസ് ചെയ്താൽ റിമൈനിങ് എത്ര ഉണ്ടാവുള്ളൂ? റിമൈനിങ് പ്രോഫിറ്റ്, അതായത് 12,000ത്തിൽ നിന്നും 600 മൈനസ് ചെയ്താൽ എത്ര കിട്ടുക? 12,000ത്തിൽ നിന്നും 600 ഒന്ന് മൈനസ് ചെയ്ത് നോക്കുക. 11,400 ആണ് വരിക. അപ്പോൾ ശരിക്കും ഇനിയിപ്പോൾ എന്നിന് എത്ര ഉള്ളൂ? 11,400 ഉള്ളൂ. 12,000ത്തിൽ നിന്നും 600 രൂപ ആർക്ക് നൽകി? പിക്ക് നൽകി. ഓക്കെ, ഇനി ഓയുടെ ഷെയർ നോക്കുകയാണ്. ഷെയർ ഓഫ് പ്രോഫിറ്റ് 48,000 ആണ് നമ്മളെ ടോട്ടൽ പ്രോഫിറ്റ്. 3/12 4:3:3:2 ആണ്. എത്ര എമൗണ്ട് വരിക? 12,000 തന്നെയാണ് വരിക. ലെസ് കോൺട്രിബ്യൂഷൻ ടു പിക്ക് എത്ര രൂപ കൊടുക്കണം? 2000ത്തിൽ ഇയാളുടെ ഷെയർ ഇയാൾ കൊടുക്കണം. 3/10 = 600 രൂപയാണ് വരിക. ഓക്കെ, അപ്പോൾ ഇയാൾക്കും വരുന്ന എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 11,400 ആണ്. അപ്പോൾ ഇനി പിക്ക് കൊടുക്കാനുള്ള ടോട്ടൽ പ്രോഫിറ്റ് ആയോ നോക്കാം. ടോട്ടൽ ഷെയർ ടു പി, ആദ്യത്തെ ആള് എം 800 രൂപ, രണ്ടാമത്തെ ആള് 600 രൂപ, മൂന്നാമത്തെ ആളും 600 രൂപ. ഓക്കെ, അപ്പോൾ 2000 തികഞ്ഞോ നോക്കാം. 6 6 12, അപ്പോൾ 1,200. 1,200 + 800 = 2,000 രൂപ. 2,000 രൂപ തികഞ്ഞില്ലേ? അപ്പോൾ ഒന്നും കൂടി നോക്കാം. എങ്ങനെ നോക്കാം? ഇവിടെ നമ്മൾ പ്രോഫിറ്റ് കാൽക്കുലേഷൻ നടത്തുകയാണ്. സിൻസ് പി ഈസ് ഗ്യാരണ്ടീഡ് എ മിനിമം എമൗണ്ട് ഓഫ് ₹10,000, അതായത് പിയോട് നമ്മൾ ഗ്യാരണ്ടി ചെയ്തിട്ടാണ് മിനിമം 10,000 തന്നോളാം എന്ന്. അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് കിട്ടിയത് 48,000 ആണ്. അതിൽ പിയുടെ ഷെയർ നോക്കാം. 48,000 × 2/12. അയാളുടെ ഷെയർ നോക്കുമ്പോൾ 8,000 വരുന്നുള്ളൂ. ബാക്കി അയാളോട് 10,000 രൂപ ഉറപ്പ് പറഞ്ഞതാണ്. അപ്പോൾ റിമൈനിങ് ആയിട്ടുള്ള ബാക്കി 2,000 ആർക്ക് കൊടുക്കണം? പിക്ക് കൊടുക്കണം. ആരൊക്കെ കൊടുക്കണം? എമ്മും എന്നും ഓയും കൂടി കൊടുക്കണം. 10,000ത്തിൽ നിന്നും 8,000 മൈനസ് ചെയ്താൽ ബാക്കി കിട്ടുന്ന ഈ 2,000 ആരൊക്കെ കൂടി നൽകണം? എമ്മും എന്നും ഓയും കൂടി ആർക്ക് നൽകണം? പിക്ക് നൽകണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എം നൽകുകയാണ്. എം ഷെയർ ഓഫ് പ്രോഫിറ്റ്
48,000 ആണ് ടോട്ടൽ പ്രോഫിറ്റ്. 48,000 ഇൻറ്റു 4/12 ഈസ് ഈക്വൽ ടു 16,000. ലെസ് കോൺട്രിബ്യൂഷൻ ടു പി. ഈ 2000 ആര് നൽകണം? 2000 ചെറിയൊരു ഷെയർ നമ്മൾ എം നൽകുകയാണ്. 2000 ഇൻറ്റു 4/10. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ 4/10 വന്ന് നിങ്ങൾക്ക് ഡൗട്ട് വരും. അതിൽ ഡൗട്ട് വരേണ്ട കാര്യമില്ല. അവരുടെ മൂന്നാളുടെ റേഷ്യോ, മൂന്നാളും കൂടി ഷെയർ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ 3 പേരുടെയും റേഷ്യോ എത്രയാണ്? 4:3:3. ഒപ്പം 2 വരുന്നുണ്ട്. 2 ആരുടെ റേഷ്യോ ആണ്? നമ്മുടെ പിയുടെ റേഷ്യോ ആണ്. പിയുടെ റേഷ്യോ ഇതിൽ കൂട്ടേണ്ട കാര്യമില്ല. അപ്പോൾ ഇവർ 3 പേരും കൂടി ഷെയർ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് 4/10 നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ 2000 നിന്നും 4/10 ആര് നൽകണം? നമ്മളെ എം നൽകണം. ആർക്ക് നൽകണം? പിക്ക് നൽകണം. അപ്പോൾ 800 രൂപ ആര് നൽകണം? നമ്മൾ എം നൽകണം. റിമൈനിങ് പ്രോഫിറ്റ് ഓഫ് എമ്മിന് ഇനി ബാക്കി വരുന്ന പ്രോഫിറ്റ് എത്രയാണ്? 16,000 ശരിക്കും അയാൾക്ക് കിട്ടേണ്ടതാണ്. പക്ഷേ 16,000 അയാൾക്ക് കിട്ടുമോ? അതിൽ നിന്നും 800 രൂപ അയാൾ ആർക്ക് കൊടുത്തു? നമ്മുടെ പിക്ക് കൊടുത്തു. ബാക്കി 15,200 രൂപ ആർക്കുള്ളൂ? ഇപ്പോൾ നമ്മുടെ എമ്മിന് ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ എന്നിൻ്റെ ഒന്നും കൂടി നോക്കാം. എൻ ഷെയർ ഓഫ് പ്രോഫിറ്റ്. ടോട്ടൽ പ്രോഫിറ്റ് 48,000 ആണ്. 48,000 ഇൻറ്റു 3/12. അപ്പോൾ 12,000 ആണ് വരിക. അതിൽ എൻ ഷെയർ ടു പി അല്ലെങ്കിൽ ലെസ് കോൺട്രിബ്യൂഷൻ ടു പി. എന്ന് ഒരു ചെറിയൊരു കോൺട്രിബ്യൂഷൻ ആർക്ക് നൽകുന്നുണ്ട്? പിക്ക് നൽകുന്നുണ്ട്. 2,000 ഇൻറ്റു 3/10. എങ്ങനെയാണ് 3/10 വന്നത്? 4:3:3 ആണ് അവരുടെ റേഷ്യോ. അപ്പോൾ 3/10 എത്രയാണ്? 600 രൂപയാണ് വരിക. അപ്പോൾ ഇനി റിമൈനിങ് പ്രോഫിറ്റ് എത്രയെന്ന് നോക്കാം. 12,000 മൈനസ് 600. അതായത് 12,000 നിന്നും എന്ന് പിക്ക് കൊടുക്കാനുള്ള 600 രൂപ മൈനസ് ചെയ്താൽ ഇനി ശരിക്കും എന്നിന് എത്ര ഉള്ളൂ പ്രോഫിറ്റ്? 11,400 ഉള്ളൂ. ഓക്കെ, ഇനി ഓയുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് നോക്കാം. 48,000 ആണ് ടോട്ടൽ പ്രോഫിറ്റ് ഇൻറ്റു 3/12. അപ്പോൾ കിട്ടുന്നത് 12,000 ആണ് ശരിക്കും നമ്മൾ ആർക്ക് വേണ്ടത്? ഓക്ക് വേണ്ടത്. പക്ഷേ ഓക്ക് അത് എടുക്കാൻ പറ്റുമോ? ഇല്ല. അതിൽ നിന്നും ചെറിയൊരു കോൺട്രിബ്യൂഷൻ ആർക്ക് നൽകണം? നമ്മുടെ പിക്ക് നൽകണം. അപ്പോൾ 2000 ഇൻറ്റു 3/10 ഇസ് ഈക്വൽ ടു 600. അതായത് 600 രൂപ ആർക്ക് നൽകണം? നമ്മുടെ പിക്ക് ആര് നൽകണം? നമ്മളെ ഓ നൽകണം. അപ്പോൾ 11,400 ഉണ്ടാവുള്ളൂ ഇനി അയാൾക്കും. റിമൈനിങ് പ്രോഫിറ്റ് അതായത് 12,000 മൈനസ് 600 അടിച്ചാൽ 11,400 തന്നെ റിമൈനിങ് പ്രോഫിറ്റ് അയാൾക്ക് ഉണ്ടാവുള്ളൂ. നിങ്ങൾ റിമൈനിങ് പ്രോഫിറ്റ് 12,000 മൈനസ് 600 ഈസ് ഈക്വൽ ടു 11,400 എന്ന് എഴുതി വെക്കുക. പിന്നെ ടോട്ടൽ ഷെയർ ടു പി. ഇനി നമ്മളെ പിക്കുള്ള ഫുൾ ഷെയർ ആയോ നോക്കാം. 2000 തികഞ്ഞോ നോക്കാം. ഫസ്റ്റത്തെ ആൾ എം 800 രൂപ കൊടുത്തു, എൻ 600 രൂപ കൊടുത്തു, ഓ 600 രൂപ കൊടുത്തു. അപ്പോൾ ബാക്കി 2000 ആർക്ക് തികഞ്ഞു? നമ്മുടെ പിക്ക് തികഞ്ഞു. അപ്പോൾ ഓൾറെഡി 8,000 രൂപ അയാൾക്ക് ഉണ്ട്. അതിനോട് കൂടി 2,000 കൂടി കൂട്ടി ഇപ്പോൾ അയാൾക്ക് എത്ര കൊടുക്കാറായി? 10,000 രൂപ അയാൾക്ക് ആയി അല്ലേ? 10,000 രൂപ അല്ലേ നമ്മൾ അയാളോട് ഉറപ്പ് പറഞ്ഞത്. ഇനി നമുക്കിത് ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഒന്ന് ഷോ ചെയ്യിക്കണം അല്ലെങ്കിൽ കാണിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരയ്ക്കുകയാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഇതിൽ ടോട്ടൽ പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണിക്കുകയാണ്. ടോട്ടൽ പ്രോഫിറ്റ് 48,000 ആണ്. ഇതിൽ എന്നിൻ്റെ ഷെയർ എന്നിന് എഴുതിയേക്കുക. അതേപോലെ ആദ്യം എം ആണ്, എമ്മിൻ്റെ ഷെയർ എഴുതിയേക്കുക. പിന്നെ എന്നിൻ്റെ ഷെയർ എഴുതിയേക്കുക. പിന്നെ ഒയുടെ ഷെയർ എഴുതിയേക്കുക. പിന്നെ പിയുടെ ഷെയർ എഴുതിയേക്കുക. എംസ് ക്യാപിറ്റൽ, അതേപോലെ തന്നെ എൻസ് ക്യാപിറ്റൽ, ഓസ് ക്യാപിറ്റൽ ആൻഡ് പീസ് ക്യാപിറ്റൽ. നമ്മളിപ്പോൾ കണ്ടെത്തിയില്ലേ ഒരു 15,200, 11,400 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എമൗണ്ട് കണ്ടെത്തിയില്ലേ? ആ എമൗണ്ട് നേരെ അങ്ങോട്ട് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. എമ്മിൻ്റെ പേരിൻ്റെ നേരെ 15,200 നമ്മൾ അയാൾക്ക് കണ്ടെത്തിയതാണ്. പിന്നെ 11,400 നമ്മൾ കണ്ടെത്തി. 11,400 നമ്മൾ കണ്ടെത്തി. അതേപോലെ തന്നെ 10,000 നമ്മൾ കണ്ടെത്തിയാണ്. ഓക്കെ, അപ്പോൾ ശരിയായി നമ്മളെ 48,000 രണ്ട് ഭാഗത്തും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായില്ല? അപ്പോൾ എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് നെറ്റ് പ്രോഫിറ്റ് എഴുതി, പിന്നെ എമ്മിൻ്റെത്, എന്നിൻ്റെത്, അതേപോലെ തന്നെ ഒയുടേത്, പിയുടേത് നമ്മൾ എഴുതിയിട്ടുണ്ട്. 15,200, 11,400, 11,400, 10,000. ഓക്കെ, രണ്ട് സൈഡും നമുക്ക് ഈക്വലായിട്ട് വന്നിട്ടുണ്ട്.